ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ ഡോണ വൺസ് അഗെയിൻ. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു നമ്മുടെ OET റിലേറ്റഡ് മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് റൈറ്റിങ്ങിൽ കുറച്ച് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു മെയിൻ മിസ്റ്റേക്സ് ആണ്. അപ്പം അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് എൻ്റെ അടുത്ത് ഓൺലൈൻ ക്ലാസ്സിന് വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ആ ഒരു മിസ്റ്റേക്സ് കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്യുന്ന പിള്ളേർക്കാണെങ്കിലും കൂടുതൽ ഇത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. സോ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് നിങ്ങളോട്. ഓക്കെ, വാട്ട് ഡസ് മീൻ ബൈ സർവീസ് ആൻഡ് ഫെസിലിറ്റി? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഇതിൽ മെയിൻ ആയിട്ട് സർവീസ് എന്ന് പറയുമ്പോൾ വെൻ വി ആർ റൈറ്റിംഗ് ലെറ്റർ ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഇൻ ദ സെൻസ് ലൈക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് നേഴ്സ്, ഡോക്ടർ, സോഷ്യൽ വർക്കർ, അങ്ങനെ ആരെങ്കിലും പർട്ടിക്കുലർ പേഴ്സൺ ആണ് നിങ്ങൾ ലെറ്റർ അയക്കാൻ പോകുന്നതെങ്കിൽ അവിടെ ഒരു ഫെസിലിറ്റി നമ്മൾ വരുമോ? ഇല്ല. അങ്ങനെ ഒരു അഡ്രസ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനുണ്ട്, നഴ്സിനുണ്ട്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പേഴ്സൺ ആണ് അവിടെ ഉള്ളതെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു യൂസ് സർവീസ്. ഓക്കെ, ഫെസിലിറ്റി എന്ന് വരുമ്പോഴല്ല, സർവീസ് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് കണക്കാക്കണം. ഓക്കെ, വൺസ് അഗൈൻ ക്ലാരിറ്റി തരാം. അതായത് നിങ്ങളൊരു പെർട്ടിക്കുലർ പേഴ്സൺ ആണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ, ലെറ്റർ എഴുതുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡോക്ടർ, നഴ്സ്, സോഷ്യൽ വർക്കർ, ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെ പെർട്ടിക്കുലർ ഫെസിലിറ്റി അല്ല, പെർട്ടിക്കുലർ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് എന്ന ഇൻട്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. ടു യുവർ സർവീസ്, ടു യുവർ ഫെസിലിറ്റി എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ താഴെ നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുമ്പോഴും ഫെസിലിറ്റി, സർവീസ് എന്നൊക്കെ, ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പം അതിൽ നമുക്ക് അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സണിലേക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സർവീസ് എന്ന് യൂസ് ചെയ്തോണം, ഫെസിലിറ്റി എന്ന് വേണ്ട. ഫെസിലിറ്റി ആകുമ്പോൾ ഇങ്ങനെ സെന്റർ എന്നൊക്കെ അഡ്രസ്സിൽ നിങ്ങൾക്ക് കാണാം, സെന്റർ, ചുമ്മാ ഫിസിയോതെറാപ്പി സെന്റർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലെറ്റേഴ്സ് ഒക്കെ കാണാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെസിലിറ്റി എന്ന് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ സർവീസ്. മനസ്സിലായോ? ഓക്കെ, അപ്പം പിന്നെ മെയിൻ ആയിട്ട് എല്ലാവർക്കും മിസ്റ്റേക്സ് വരാറുള്ള ഒരു പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ എഴുതുമ്പോൾ ഒരു 2 പേഴ്സണെ നമ്മൾ സെൻഡ് ചെയ്യാൻ പോവുക, 2 ആൾക്കാരെ. അതായത് ഇപ്പം മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസിലേക്കൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേനും കൊച്ചിനെയും അമ്മേനെയും കൂടി ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ വേറെ ഇപ്പം ഒരു പേഷ്യന്റിനാണ് പ്രോബ്ലം, പക്ഷെ പേഷ്യന്റെ കാര്യങ്ങൾ വൈഫിനും കൂടെ പറഞ്ഞു കൊടുക്കണം, അഡ്വൈസ് ചെയ്യണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ചെയ്യണം. അപ്പൊ 2 പേരെയും ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ സെൻഡ് ചെയ്യുമ്പം കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ എഴുതാം. നിങ്ങൾ ഏത് ഫോർമാറ്റ് ആണോ ഇൻട്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ദ പേർപ്പസിലാണോ, അല്ലെങ്കിൽ ഐ റൈറ്റ് ടു റെഫർ ആണോ, അല്ലെങ്കിൽ മിസ്റ്റർ ജോൺ ഇസ് ബീങ് റെഫേർഡ്, ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ റൈറ്റ് ടു റെഫർ മിസ്റ്റർ ജോൺ, എന്നിട്ട് അവരുടെ പ്രോബ്ലം എഴുതണം, ഹു ഹാസ് ഇൻ എ പ്രോബ്ലം. ഓക്കെ, അല്ലെങ്കിൽ ഹു ഹാസ് ന്യൂമോണിയ എന്ന് എഴുതിയതിനു ശേഷം അലോങ് വിത്ത് ഹിസ് വൈഫ്, ഓക്കെ, അതിന്റെ കൂടെ അലോങ് വിത്ത് ഹിസ് വൈഫ് എന്ന് എഴുതിയിട്ട് കോമ റിക്വയർ, എന്താ, എഡ്യൂക്കേഷൻ ആൻഡ് അസസ്മെന്റ് എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. അതൊന്ന് ശരിക്കും ശ്രദ്ധിക്കുക. കാരണം ഇപ്പം ജസ്റ്റ് 2-3 റീസെന്റ് ആയിട്ട് 2-3 എക്സാമിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് ഒരുപാട് ഇൻ ബിറ്റ്വീൻ അങ്ങനെ 2 പർട്ടിക്കുലർ പേഴ്സണെ നമ്മൾ സെൻഡ് ചെയ്യാനുള്ള വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിൽ കൂടി 2 ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്ന ലെറ്റർ എഴുതി പഠിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് അവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാണ്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലും കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ചെറിയ വീഡിയോ എനിക്ക് പെട്ടെന്നൊരു മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ, എനിക്ക് വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ വന്ന് ചെയ്തതാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും കമന്റ് ബോക്സിൽ ചെയ്യുക. ഓക്കെ, പിന്നെ അതിനോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോസും തന്നെ, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ഒരു 10-30 വീഡിയോസിന് അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഹെൽപ്ഫുൾ ആണെന്ന്. കാരണം പിള്ളേരുടെ റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്കറിയാലോ, ഞാൻ തന്നെ പറയുന്നില്ല എൻ്റെ വീഡിയോ അടിപൊളിയായിരുന്നു എന്ന്, അതല്ല ഞാൻ പറഞ്ഞത്, ഇൻഫോർമേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട് കുറച്ചെങ്കിലും ആൾക്കാർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ കാണാൻ ശ്രമിക്കുക, സമയമുള്ളപ്പം ചുമ്മാതെങ്കിലും കാണാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലോ, അത് നിങ്ങളെ എങ്ങാനും കൂടുതലായിട്ട് മാർക്സ് നിങ്ങളുടെ OET കിട്ടാൻ നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും വീഡിയോസ് ഒക്കെ നല്ലതാണ്. നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ എൻ്റെയും കൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം കുറച്ചെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.